വോട്ടർ പട്ടിക ക്രമക്കേടിൽ വലിയ തെളിവുകളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നത്. മഹാരാഷ്ട്ര, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെളിവുകൾ പുറത്തുവിടുമ്പോൾ മഹാരാഷ്ട്രയിൽ ചുമതലയുണ്ടായിരുന്ന രമേശ് ചെന്നിത്തല റിപ്പോർട്ടിനൊപ്പം ചേരുകയാണ്. വലിയ തെളിവുകൾ അത് ഓരോന്നക്കമിട്ട് നിർത്തിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എങ്ങനെയാണ്, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര ചുമതലയോടെ ഉണ്ടായിരുന്നു, ആ സമയത്തൊക്കെ ഈ തോന്നലുണ്ടായിരുന്നു ഇങ്ങനൊരു അട്ടിമറി നടക്കുന്നുണ്ടെന്ന്? നോബൽ മാരിക്കാരൻ ഒരു കാര്യം മനസ്സിലാക്കണം. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇത് പറഞ്ഞതാണ്. അവിടെ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ മഹാവികാസ് അഘാടി വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമായിരുന്നു. അവിടെ വലിയ തോതിലുള്ള കൃത്രിമമാണ് തെരഞ്ഞെടുപ്പിലുണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള താരതമ്യ പഠനം ഞങ്ങൾ നടത്തി. അവിടെ ഒരു കാലത്ത് ഉണ്ടാകാത്ത നിലയിൽ 40 ലക്ഷം വോട്ടർമാരെയാണ് ഈ രണ്ടര മാസത്തിനുള്ളിൽ അവർ ചേർത്തത്. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഒരിക്കലും അങ്ങനെ ആളുകളെ ചേർത്തിട്ടില്ല. മാത്രവുമല്ല, ഓരോ നിയോജക മണ്ഡലങ്ങളിലും വോട്ടർമാരുടെ വലിയ ഒരു വീട് പറയുന്നു, അവിടെ 700 പേരെ വരെ ചേർത്ത സ്ഥലങ്ങളുണ്ട്. BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് 700 പേരെ വീതം ഓരോ സ്ഥലങ്ങളിൽ. ഷിർഡിയിലുണ്ടായി, നാഗ്പൂരിലുണ്ടായി. ഓരോ സ്ഥലങ്ങളിൽ ഈ വോട്ടർ പട്ടികയിലുള്ള വൻതോതിലുള്ള ഈ വോട്ടർമാരെ ചേർക്കുക. ഇത് എവിടുത്തുകാരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല, അവരെല്ലാം വന്ന് വോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരാളുടെ പേര് തന്നെ 10-50 സ്ഥലങ്ങളിലുണ്ട്. ഇതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തതാണ്. പക്ഷെ ഒരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യം നിലനിൽക്കുന്നത്? 48 സീറ്റിൽ 32 സീറ്റ് ജയിച്ചതാണ് ഞങ്ങൾ, മഹാവികാസ് അഘാടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2 മാസം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 16 സീറ്റും 20 സീറ്റും 7 സീറ്റുമാണ് ഞങ്ങൾക്ക് മൊത്തം മുന്നണിക്ക് കിട്ടിയത്. കോൺഗ്രസ്സിന് 16, മറ്റേ ഇവരുടെ 20, ഉദ്ധവ് താക്കറേക്ക്, ശരത് പവാറിന് 7 സീറ്റ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ജനങ്ങൾ പോലും അവിടെ അത്ഭുതപ്പെടുകയാണ്, ഇതെങ്ങനെ ഉണ്ടായി, എന്താണ് സംഭവം, ആളുകൾക്കറിയില്ല. ആളുകൾ ഇപ്പോഴും അത്ഭുതം കൊണ്ട് ഇരിക്കുകയാണ്. 5 മണി കഴിഞ്ഞപ്പം കൂട്ടമായി വന്ന ആൾ വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. 5 മണി കഴിഞ്ഞ് പിന്നെ ആര് വന്നു ഒന്നും അറിയില്ല. വോട്ടർമാർ ക്യൂ ആയി നിന്ന് വോട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ എവിടെ നിന്ന് വന്നു? കുറേ വോട്ടർമാർ ഗുജറാത്തിൽ നിന്ന് കുറേ ആളുകൾ വന്ന് രജിസ്റ്റർ ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സഹായത്തോടെ ഇങ്ങനെ ഒരു പ്രവർത്തനമാണ് ചെല്ലുന്നതെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും? നമ്മുടെ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും? അതുകൊണ്ട് വളരെ ഗൗരവമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തെ അനിവാര്യമാണ്. എല്ലാ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെതിരെ പോരാടേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് മുന്നോട്ടുള്ളൊരു നിയമ പോരാട്ടത്തിലേക്ക് പോകുക? അങ്ങനെയൊക്കെ എന്താണ് ആലോചിക്കുന്നത് പാർട്ടി? അത് നമ്മുടെ പാർട്ടിയും മുന്നണിയും ഇന്ത്യ മുന്നണിയും കൂടി ആലോചിച്ച് തീരുമാനിക്കണം. ഇങ്ങനെ പോകാൻ പറ്റില്ല. ഇത് ജനാധിപത്യത്തിലെ ഒരു മോക്കറിയായി മാറിയിട്ടുണ്ട്. ഈ തെളിവുകൾ രാഹുൽ ഗാന്ധി ഹാജരാക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. പക്ഷേ കമ്മീഷൻ സംബന്ധിച്ചിടത്തോളം അവർ രേഖകൾ തന്നെ പരിശോധിച്ചാണ് തെളിവ് കണ്ടെത്തിയത്. അത്തരത്തിൽ വിളിച്ചു വരുത്തി തെളിവുകൾ ശേഖരിക്കേണ്ട സാഹചര്യമുണ്ടോ? കമ്മീഷൻ നോക്കിയാൽ മനസ്സിലാവുന്ന. കമ്മീഷൻ ഡിജിറ്റൽ തെളിവുകൾ ഞങ്ങൾക്ക് തരുന്നില്ല, മാറ്റിവെക്കുന്നു. അതാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ കൂനയുള്ള കടലാസുകൾ കാണിച്ചത്. അതുകൊണ്ടാണ്. എങ്ങനെ ഇത് മുന്നോട്ട് പോകും? എങ്ങനെ ജനാധിപത്യം, തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ എന്നാണ് പറഞ്ഞിരുന്നത് ഇലക്ഷൻ കമ്മീഷൻ. ഇതാണ് ഉത്സവമാണ് നടക്കുന്നത്. എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ജനാധിപത്യം തകർന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മുന്നോട്ടുള്ള ഇലക്ഷനുകൾ എങ്ങനെയാണ്? സംശയത്തിന് നിഴലാണോ? ആ സംശയത്തിന് നിഴലിൽ തന്നെയാണ്. ആളുകൾക്ക് വിശ്വാസമില്ലാതാകുന്ന തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ സുതാര്യമല്ല. ഈ ഇലക്ഷൻ കമ്മീഷനെ നിയോഗിക്കാനുള്ള കമ്മിറ്റിയിൽ 3 പേരാണ്: പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പിന്നീട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അത് മാറ്റിയിട്ട് അമിത്ഷായെ കൊണ്ട് വെച്ചു. ഒരു മന്ത്രിയെ വെച്ചു, അമിത്ഷായെ വെച്ചു. പിന്നെ എങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കും? രാഹുൽ ഗാന്ധി പോയിട്ട് എന്ത് കാര്യം? അവർ 2 പേരുണ്ട്, ഭൂരിപക്ഷം അവർക്കുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനം പോലും സുതാര്യമല്ല. അവർക്ക് ഇഷ്ടമുള്ളവരെ നിയമിക്കാം. അതുവഴി എന്തുണ്ടാകുന്നു? ജനാധിപത്യം ഒരു മോക്കറിയായി മാറുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പം മഹാരാഷ്ട്രയിൽ, പ്രത്യേകിച്ച് കർണാടകയിലെ ഒരു മണ്ഡലത്തിലെ കണക്കെടുത്താണ് പൂർണ്ണമായും കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മഹാരാഷ്ട്ര എല്ലാ മണ്ഡലങ്ങളിലും അത്തരത്തിൽ റിവ്യൂ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. റിവ്യൂ നടത്തി ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. ആരോട് പറയാനാണ്? ഇതെല്ലാം രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മുഴുവൻ പത്രങ്ങൾക്ക് ലേഖനം എഴുതി, പത്രസമ്മേളനം നടത്തി. അദ്ദേഹം തന്നെ നിരവധി സ്ഥലങ്ങളിൽ ഇത് പ്രസംഗിച്ചു. ഞങ്ങൾ മഹാരാഷ്ട്രയിലെ എല്ലാ സ്ഥലങ്ങളിലും പ്രകടനങ്ങൾ നടത്തി. എല്ലാ സ്ഥലങ്ങളിലും സാമൂഹ്യ പ്രവർത്തകന്മാർ ഉൾപ്പെടെയുള്ളവർ സത്യാഗ്രഹിക്കുന്നു. ഒരു പഞ്ചായത്തിൽ അവിടെ മോക്ക് പോളിംഗ് നടത്താൻ ആളുകൾ മുന്നോട്ട് വന്നു. പോലീസ് തടഞ്ഞു. മോക്ക് പോളിംഗ് നടത്തിയിരുന്നെങ്കിൽ ജനങ്ങൾ എവിടെ വോട്ട് ചെയ്യുമെന്ന് അറിയാമായിരുന്നല്ലോ. അതുകൊണ്ട് പോലീസ് തടഞ്ഞു, അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റി. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ശക്തമായ ഒരു പത്രസമ്മേളനം നടത്തി ഇന്ന് കാര്യങ്ങൾ
വെളിച്ചത്ത് കൊണ്ടുവന്നു. കേരളം അതോടെ അസ്സാം പോലെ സംസ്ഥാനങ്ങൾ വളരെ പ്രതീക്ഷയുടെ കോൺഗ്രസ് കാണുന്ന സംസ്ഥാനമാണ്. അവിടത്തെയൊക്കെ സാഹചര്യം എങ്ങനെയാണ്? മറ്റെന്തെങ്കിലും മുൻകരുതലൊക്കെ എടുത്തിട്ടുണ്ട്? ഈ നിലയിലാണെങ്കിൽ നോബൽ ഇത് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. കേരളത്തിൽ വോട്ടർമാരെ ഇങ്ങനെ വേണമെങ്കിൽ ചേർക്കാം. കാരണം ബീഹാറികളും അവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ വോട്ടർമാരുണ്ടല്ലോ. ഇപ്പോൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം ചിദംബരത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചു. ആയിരക്കണക്കിന് ആളുകളെ ഇതുപോലെ ചേർത്തിരിക്കുകയാണ്. അപ്പം തെരഞ്ഞെടുപ്പിൽ ജയിക്കുക അത് സെലക്റ്റീവാണ്. ചില സ്ഥലങ്ങളിൽ ചെയ്യത്തില്ല, ചില സ്ഥലങ്ങളിൽ അവർക്ക് വേണ്ടാന്ന് വെക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലായിടത്തും ചെയ്യാനുള്ള ഒരു അജണ്ടയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒരു കരുതലിന് ഭാഗമായിട്ട് താഴെത്തട്ടിലേക്ക് കൊടുക്കും. തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തകന്മാർ, ബൂത്ത് തലത്തിലുള്ള നേതാക്കന്മാർ ഈ കാര്യം പരിശോധിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എന്താണെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ജാഗ്രത ആവശ്യമുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.